കുമാരട്ടെന്ന പാല ഒരു കട്ട നാടകഗാനത്തിനാണല്ലോ കുമാരേട്ടാ, എന്ത് പറ്റി? നീ അറിഞ്ഞില്ലേ? 4ാമത് നവചേതന നാടകോത്സവം ഡിസംബർ 2 മുതൽ 8 വരെ മാങ്ങാട് വേറാറു ക്ഷേത്ര ഗ്രൗണ്ടിൽ. നാടകാലം കേട്ടപ്പോ നീ ചോദിച്ചില്ലേ, ഇത് തന്നെ ഒരു പ്രകടനമല്ലേ? പിന്നെ ഒരു പോസ്റ്റർ ഒട്ടിച്ചില്ല. നിങ്ങൾക്കെല്ലാം ഭ്രാന്താണ്. ബാക്കിയുള്ളവന്റെ എല്ലാം ജീവിത നാടകം കാണാൻ ആരുണ്ട്? അതെ, ഭ്രാന്താണ്. നാടകത്തോടുള്ള ഭ്രാന്ത്. മറ്റുള്ളവരുടെ നാടകം കാണാൻ ശ്രമിച്ചാൽ നിന്റെ നാടകം കാണാനും ആളുണ്ടാവും. ഗണേശ ഒരു ചായൽക്കുമാണ് എടുക്കാം. ദോശെല്ലാം വന്നല്ല. ഇനി നാടക രാവിലെ തിമിർപ്പിലായിരിക്കും നാടും നാട്ടുകാരും അല്ലേ കുമരട്ടാ? അതെ അതെ ഗണേശ, ഇതെല്ലാം കാണുമ്പോ പണ്ടത്തെ കാലം ഓർമ്മ വരും. അതല്ലല്ലോ നമുക്ക് പറയാൻ. പായും ചുറ്റി ചൂട്ടുമെടുത്ത് നാടകം കാണാൻ പോയ ഓർമ്മ. നാടകത്തോട് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ കുമാരട്ട അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അവർക്ക് ചരിത്രം അറിയും. ഇത് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്ക് മനസ്സിലാവുക. ഒരു ചായ എടുക്കട്ടെ? നാടകം കൊണ്ട് എന്ത് കിട്ടാനാണ്? കല്ലേശ്ശേരി വലിയ നാടകം കളിക്കേണ്ട സൗകര്യം ഉണ്ടാ? നിങ്ങൾ വലിയ നാടകക്കാരനല്ലേ, നിങ്ങൾക്ക് എന്ത് കിട്ടി? കിട്ടി, മനസ്സിന് സംതൃപ്തി കിട്ടി. നാടകത്തോടുള്ള അടങ്ങാതെ പ്രേമത്തിന് തളരാതെ ആരോഗ്യമുള്ളൊരു മനസ്സ് കിട്ടി. പിന്നെന്ത് വേണം? പിന്നെ നാടകം കൊണ്ട് എന്ത് കിട്ടാനാന്നുള്ള ചോദ്യത്തിന് EMS, KPR ഗോപാലൻ, കേരളീയൻ, KV നാരായണ നമ്പ്യാർ, EK നായനാർ, വിഷ്ണുഭാരതിയൻ തുടങ്ങിയ കേരളത്തിന്റെ ദിശാബോധം നിർണയിച്ച വ്യക്തിത്വങ്ങൾ യോഗം ചെയ്യുകയും നേർവഴിയുടെ ചിത്രം പഠിപ്പിക്കുകയും ചെയ്തു. സാമൂഹ്യ ജീവിതത്തെ ചിട്ടപ്പെടുത്തൊരു കാലഘട്ടമുണ്ടായിരുന്നു. അത് മനസ്സിലാക്കി കൊടുത്തത് നാടകത്തിലൂടെയായിരുന്നു. ആ സമ്പന്നതയിൽ ബെല്ലിന്റെ ശബ്ദം കല്യാശ്ശേരി മണ്ണിൽ അലയടിച്ചപ്പോൾ കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാർ നിറഞ്ഞാടിയ സ്റ്റേജ് ഇന്നൊരു ഓർമ്മയായിട്ടുണ്ടെങ്കിലും വീണ്ടും ആ സ്റ്റേജ് നവചേതനയിലൂടെ നാടകോത്സവമായി പുനർജനിക്കുന്നു. അതും മാങ്ങാട്ട്. നന്നായി. ഇത്രയും ചരിത്രം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു ഗണേശേട്ടാ. സുഭാഷ്, നീ വന്ന സമയം കറക്റ്റാ. എന്തോ വല്ല ചർച്ച കഴിഞ്ഞ പോലെ ഉണ്ടല്ല ഗണേശേട്ടാ. നമ്മളെ നാടകത്തെ കുറിച്ചായിരിക്കുമല്ലേ? സുഭാഷേ, നമ്മുടെ നാടക പാരമ്പര്യം ഇപ്പോഴത്തെ തലമുറക്ക് ആർക്കും അറിയില്ല. നാടകമേളയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിലുണ്ട്. വാ, നമുക്ക് കാണാം. മാത്രമല്ല, നവചേതനയുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരുടെ സഹായ സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. കൂടാതെ നവചേതന കലാ സാംസ്കാരിക വേദിക്ക് ഒരു ആസ്ഥാന മന്ദിരത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിലും മുഴുവൻ ആളുകളും പങ്കാളികളാകണം. സുഭാഷേ, ഒരു ചായ എടുക്കട്ടെ? വേണ്ടോ മരടാ, പിന്നീടാവാം. നമുക്ക് ഉഷാറാക്കണം. ഇനി കുറെ ആളെ കാണാൻ പോയുണ്ട്. സുഭാഷേ, എന്നാ എനിക്കും കൂടി 2 ടിക്കറ്റ് തന്നേക്ക്. നവചേതന നാടകമേളയ്ക്കുള്ള മാങ്ങാടിന്റെ ആവേശം
ഞാനായി കുറക്കുന്നില്ല. നമുക്കൊന്നായുയർത്താം മനുഷ്യന്റെ അപരാജിത സ്വപ്നദുർഗം. ഇനി നമുക്കൊന്നായി ഉരുക്കഴിക്കാം മർത്യസ്നേഹ സങ്കീർത്തനം മാത്രം.